ഇനി ഞാൻ വന്നിട്ടുള്ളത് നമ്മളുടെ 8ാം ക്ലാസ്സിന്റെ കെമിസ്ട്രീന്റെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള എലമെന്റ്സ് ആൻഡ് കോമ്പൗണ്ട്സിന്റെ ലെറ്റ്സ് അസസ്സുമായിട്ടാണ്. ഈ വീഡിയോ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ മാച്ച് ദി ഫോളോയിങ് ആണ്. അപ്പൊ നമുക്ക് എ ബി സി എന്ന് പറയുന്ന 3 കോളം ഉണ്ട്. എയിൽ എലമെന്റ് ആണ്, ബിയിൽ അതിന്റെ സിമ്പൽ ഉണ്ട്, സിയിൽ അതിന്റെ ബേസ് ഉണ്ട് അല്ലെ. അപ്പൊ ഫസ്റ്റ് ഏതാ വന്നിട്ടുള്ളത്? ഫ്രാൻഷ്യം അല്ലെ. ഫ്രാൻഷ്യത്തിന്റെ സിമ്പൽ ഏതായിരിക്കും? യെസ്, ഫ്രാൻഷ്യത്തിന്റെ സിമ്പലാണ് FR അല്ലെ. ഇതാണ് ഫ്രാൻഷ്യത്തിന്റെ സിമ്പൽ. അങ്ങനെയാണെങ്കിൽ ഫ്രാൻഷ്യത്തിന് പേര് കിട്ടിയത് എവിടെ നിന്നായിരിക്കും? യെസ്, കൺട്രിയിൽ നിന്നാണ് പേര് കിട്ടിയിട്ടുള്ളത് അല്ലെ. ഇനി അടുത്തതാണ് ക്യൂറിയം. എന്താണ് ക്യൂറിയം? ഈ ക്യൂറിയം ഏതായിരിക്കും അതിന്റെ സിമ്പൽ? യെസ്, അതിന്റെ സിമ്പൽ ആണ് CM. ഓക്കെ, അപ്പൊ ഇതിന് പേര് കിട്ടിയത് എവിടെ നിന്നായിരിക്കും? നമ്മളുടെ സയന്റിസ്റ്റ് അല്ലെ, മേരി ക്യൂറി എന്ന് പറയുന്ന സയന്റിസ്റ്റിൽ നിന്നാണ് ഇതിന് പേര് കിട്ടിയിട്ടുള്ളത്. ഇനി അടുത്തത് ഏതാ? റുബീഡിയം അല്ലെ. റുബീഡിയത്തിന്റെ ഏതായിരിക്കും ഇതില്? യെസ്, RB എന്ന് കാണുന്നത് അല്ലെ. ഇതാണ് ഏത്? റുബീഡിയം അല്ലെ. റൂബി എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ. റൂബി എന്താ? ഒരു കളർ അല്ലെ, റൂബി കളർ അല്ലെ. അപ്പൊ അതെന്തായിരിക്കും? കളറിലേക്കാണ് വരുന്നത്. ഇനി ബാക്കി മൂന്നും വേറെ കളേഴ്സിൽ എടുക്കാം കേട്ടോ നമുക്ക്, ഇല്ലെങ്കിൽ ഫുള്ള് മിക്സ് ആയ പോലെ ഉണ്ടാവും. അടുത്തതാണ് നെപ്റ്റ്യൂണിയം അല്ലെ. നെപ്റ്റ്യൂണിയം ആണ് ഇതാണ് നെപ്റ്റ്യൂണിയം, NP എന്ന് പറയുന്നത് അല്ലെ. നെപ്റ്റ്യൂൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? നമ്മളുടെ പ്ലാനറ്റ് ആണ് അല്ലെ. നെപ്റ്റ്യൂൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പ്ലാനറ്റ് ആണ്. അടുത്തതാണ് യൂറോപ്പിയം അല്ലെ. യൂറോപ്പിയം ആരാ? EU അല്ലെ. യൂറോപ്പ് ഏതാണ്? കോണ്ടിനെന്റ് ആണ് അല്ലെ. യൂറോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോണ്ടിനെന്റ് ആണ് അല്ലെ. അടുത്തത് ഏതാ? ടൈറ്റാനിയം, അത് ലാസ്റ്റ് വൺ അല്ലെ. TI എന്ന് എഴുതിയിട്ടുള്ളത് അല്ലെ. ഇനി ലാസ്റ്റ് ഇതിൽ ഏതിനാ ഉള്ളത്? യെസ്, സാറ്റലൈറ്റിനാണ് ബാക്കി വന്നിട്ടുള്ളത് അല്ലെ. അപ്പൊ സാറ്റലൈറ്റ് ആണ് ടൈറ്റാനിയം വന്നിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ അല്ലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഒരു മിനിറ്റ് ഒന്ന് താഴോട്ടേക്ക് ആക്കട്ടെ. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, ക്ലോറിൻ ഇസ് ദി സിമ്പൽ ഓഫ് ദി എലമെന്റ്. ക്ലോറിൻ തന്നെ വായിച്ചു പോയി. Cl is the symbol of the element chlorine അല്ലെ. ക്ലോറിന്റെ സിമ്പൽ ആണ് Cl. How can we write 2 chlorine atoms and 1 chlorine molecule using this symbol എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ക്ലോറിന്റെ സിമ്പൽ ഏതാണ്? Cl അല്ലെ. ഇതാണ് എന്തെന്ന്? നമ്മളുടെ ക്ലോറിന്റെ സിമ്പല്. അപ്പൊ ഈ ആറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഇങ്ങനെ ഒറ്റക്ക് നിൽക്കുന്നത് അല്ലെ. ഇങ്ങനെ ഒറ്റക്ക് നിൽക്കുന്നതാണ് എന്ത്? ആറ്റം അല്ലെ. അപ്പൊ ഈ ഒറ്റക്ക് നിൽക്കുന്നത് ഇതെന്താ? ഒരാറ്റമാണ് അല്ലെ. ഇത് ഒരു ക്ലോറിൻ മാത്രമേ ഉള്ളൂ, ഒരാറ്റമാണ്. അപ്പൊ ഇതിന് മുന്നേ ഞാൻ 2 ഇട്ട് കഴിഞ്ഞാൽ ഇത് എത്ര ആറ്റമായി? 2 ആറ്റമായി അല്ലെ. ഇതിന് മുന്നേ ഞാൻ 3 ഇട്ടെന്ന് വിചാരിക്കുക, അപ്പൊ ഇത് എത്ര ആറ്റമായി? 3 ആറ്റമായി അല്ലെ. പക്ഷെ 3 ആറ്റം എഴുതാനൊന്നും അല്ല നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. എന്താണ്? 2 ക്ലോറിൻ ആറ്റത്തിന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ക്ലോറിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ Cl ആണ്. അപ്പൊ 2 ക്ലോറിൻ ആറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വരും? 2Cl എന്ന് എഴുതും അല്ലെ. 2 ക്ലോറിൻ ആറ്റം എന്ന് എഴുതും. അടുത്തതാണ് 1 ക്ലോറിൻ മോളിക്യൂൾ അല്ലെ. 1 ക്ലോറിൻ മോളിക്യൂൾ ക്ലോറിനിന്റെ മോളിക്യൂൾ ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ക്ലോറിൻ എങ്ങനെ എക്സിസ്റ്റ് ചെയ്യാ? Cl2 ആയിട്ടാണ് അല്ലെ. ഇതാണ് എന്തെന്ന്? നമ്മളുടെ ക്ലോറിന്റെ മോളിക്യൂൾ. ഇതാണ് നമ്മളുടെ ക്ലോറിന്റെ മോളിക്യൂൾ. ഈ സീൻ്റെ ഇപ്പർ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. പക്ഷെ ഇവിടെ 1 എന്നാണ് വരിക അല്ലെ. അപ്പൊ ഇതെന്താണ്? ഒരു ക്ലോറിൻ മോളിക്യൂൾ എന്നർത്ഥം അല്ലെ. 1 ക്ലോറിൻ മോളിക്യൂൾ. ഇനിയിപ്പോ 2 ക്ലോറിൻ മോളിക്യൂൾ ആണെങ്കിലോ 2Cl2 എന്ന് എഴുതിയാൽ ഇത് എത്രയായി? 2 ക്ലോറിൻ മോളിക്യൂൾ ആയി. ഇനി 3 ക്ലോറിൻ മോളിക്യൂൾ ആണെങ്കിലോ 3Cl2 എന്ന് എഴുതിയാൽ മതി അല്ലെ. ഇതും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം. ഇതെന്താണ്? ക്ലോറിൻ ആറ്റം ഒറ്റക്കായിട്ടാണ് നിൽക്കുന്നത്. ഇതെങ്ങനെയാണുള്ളത്? 2 ക്ലോറിൻ Cl2 അല്ലെ. Cl2 ആയിട്ട് മോളിക്യൂൾ ആയിട്ടാണ് നിൽക്കുന്നത്. ക്ലിയർ ആണല്ലോ അല്ലെ. ഓക്കെ, ഇനി നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. Find the number of atoms in each of the following and write which of them contains the most number of atoms. Okay, അതായത് 5NH3, 2H2O,
5NO2 4CO2 ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട് നമുക്ക് അല്ലെ. അതിൽ നിന്ന് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഓരോന്നിലും എത്ര ആറ്റങ്ങൾ ഉണ്ട് എന്ന് കണ്ടുപിടിക്കണം. എന്നിട്ടോ ഇതിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ ആറ്റം ഉള്ളതെന്നും കൂടി നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട് അല്ലെ. അപ്പൊ അതിനായിട്ട് ഞാൻ ഈ ഒരു സ്ലൈഡ് ഒന്ന് ചെറുതാക്കുന്നുണ്ട് കേട്ടോ. സ്ലൈഡ് ഒന്ന് ചെറുതാക്കുന്നല്ല, ഈ സ്ലൈഡ് ഒന്ന് മാറ്റിയിട്ട് നമുക്ക് മാറ്റി എഴുതാം. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യനിൽ ആരായിരുന്നു വന്നിട്ടുള്ളത്? NH3 അല്ലെ, 5NH3 ആണ് വന്നിട്ടുള്ളത്. അപ്പൊ ഇതിൽ എത്ര ആറ്റം ഉണ്ട് എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഈ 5 അവിടെ നിൽക്കട്ടെ, ഇതിനെ മാത്രം എടുക്കാം അല്ലെ. ഇതില് നൈട്രജൻ അല്ലെ, N എന്ന് പറയുന്ന എത്രയുണ്ട്? ഒന്നേ ഉള്ളൂ അല്ലെ. H എന്ന് പറയുന്ന ഇവിടെ എത്രയുണ്ട്? H എന്ന് പറയുന്ന ഇവിടെ 3 എണ്ണം ഉണ്ട്. അപ്പൊ ഇത് ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ 3 + 1 എത്ര കിട്ടി? 4 ആറ്റംസ് എന്ന് കിട്ടി അല്ലെ. 4 ആറ്റംസ് എന്ന് കിട്ടി. അതായത് ഇതിനെ മാത്രമാണ് എടുത്തത്, അതായത് NH3 മാത്രം എടുത്തപ്പോൾ 4 കിട്ടി. അതായത് ഒരു NH3 എന്നാണ് 4 ആറ്റം ഉള്ളത്. പക്ഷെ ഇവിടെ എത്രയുണ്ട്? 5 NH3 ഉണ്ട് അല്ലെ. 5 ഉണ്ടാവുമ്പോ എന്ത് വരും? 5 × 4 അല്ലെ. 5 × 4 5 × 4 എത്ര കിട്ടി? 20 ആറ്റംസ് എന്ന് കിട്ടും അല്ലെ. 20 ആറ്റംസ് എന്ന് കിട്ടും. അതാണ് 5NH3യിൽ 20 ആറ്റംസ് ആണ് ഉള്ളത്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് 2H2O. ഓക്കെ അല്ലേ? അപ്പൊ ആദ്യം നമുക്ക് ഈ 2നെ എടുക്കണ്ട, വെറും ഈ H2Oനെ എടുക്കാം. H എത്രയുണ്ട്? H 2 എണ്ണം ഉണ്ട് അല്ലെ. H 2 എണ്ണം ഉണ്ട്. O എത്രയുണ്ട്? O 1 മാത്രമേ ഉള്ളൂ അല്ലെ. അപ്പൊ ഇത് 2 കൂട്ടിക്കഴിഞ്ഞാൽ 2 + 1 എത്ര കിട്ടി? 3 ആറ്റങ്ങൾ എന്ന് കിട്ടി അല്ലെ. 3 ആറ്റങ്ങൾ എന്ന് കിട്ടി. അതായത് H2O മാത്രം അല്ലെ, H2O മാത്രം, അതായത് ഒരു H2O 3 ആറ്റമാണ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ 2 H2O ഉണ്ട് അല്ലെ. 2 H2O ആണെങ്കിൽ 2 × 3 എന്ന് വരും. 2 × 3 എത്ര കിട്ടി? 6 ആറ്റംസ് എന്ന് കിട്ടി. 6 ആറ്റംസ്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് 5NO2 അല്ലെ. 5NO2. ഓക്കെ, അപ്പൊ ഇവിടെയും നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ഈ 5നെ ഇപ്പം നോക്കണ്ട, ഇതിനെ മാത്രം നോക്കാം. N എത്രയുണ്ട് ഇവിടെ? N 1 ആണുള്ളത്. O എത്രയുണ്ട്? O നമുക്ക് ഇവിടെ 2 എണ്ണം ഉണ്ട്. അപ്പൊ ഇതിന്റെ ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ 2 + 1 3 ആറ്റംസ് എന്ന് കിട്ടി അല്ലെ. ഒരു NO2 അല്ലെ, ഒരു NO2ൽ നിന്നാണ് 3 എണ്ണം കിട്ടിയത്. അങ്ങനെ എത്രയുണ്ട്? 5 NO2 ഉണ്ട് അല്ലെ. 5 × 3 5 × 3 എത്ര കിട്ടി? 15 ആറ്റംസ് എന്ന് കിട്ടും. എത്ര കിട്ടി? 15 ആറ്റംസ് എന്ന് കിട്ടി. ഓക്കെ, ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 4CO2 അല്ലെ. അപ്പൊ നേരത്തെ പോലെ തന്നെ ഈ 4നെ ഇപ്പൊ എടുക്കണ്ട, ഇപ്പൊ ഇതിനെ മാത്രം എടുക്കാം അല്ലെ. C എത്രയുണ്ട്? C 1. O എത്രയുണ്ട്? O 2. ഇത് ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ 2 + 1 3 കിട്ടും. ഒരു CO2ലാണ് 3 ആറ്റങ്ങൾ ഉള്ളത് അല്ലെ. അങ്ങനെയാണെങ്കിൽ 4 CO2ൽ എത്ര ഉണ്ടാവും? 4 × 3 4 × 3 എത്രയാ? 12 ആറ്റംസ് എന്ന് കിട്ടും അല്ലെ. 12 ആറ്റംസ് എന്ന് കിട്ടും. അപ്പൊ നമ്മളുടെ ചോദ്യം എന്താണ്? ആർക്ക് അല്ലെ, ആരിലാണ് ഏറ്റവും കൂടുതൽ ആറ്റംസ് ഉള്ളതെന്നാണ് അല്ലെ. അപ്പൊ 5NH3യിൽ എത്ര ആറ്റം ഉണ്ടായിരുന്നു? 20 ആറ്റമായിരുന്നുള്ളത്. 2H2 ഇതിൽ എത്ര മാറ്റം ഉണ്ടായിരുന്നു? 6 ആറ്റമാണ് ഉള്ളത്. 5NO2ൽ എത്രയാണ് ഉള്ളത്? 15 ആണുള്ളത്. 4CO2ൽ എത്രയാണുള്ളത്? 12 ആണുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആറ്റങ്ങളുടെ എണ്ണം ആർക്കാണുള്ളത്? യെസ്, 20 അല്ലെ. 20 എന്ന് കിട്ടിയത് ആർക്കാണ്? 5NH3 അല്ലെ. 5NH3 ആൻസർ കിട്ടും. ക്ലിയർ ആണല്ലോ അല്ലെ. അപ്പൊ ഇവിടുത്തെ ആൻസർ ഏതാണ്? 5NH3 അല്ലെ. ഇയാൾക്കാണ് ഏറ്റവും നമ്പർ ഓഫ് ആറ്റംസ് കൂടുതലുള്ളത് അല്ലെ. സോ NH3 കണ്ടെയ്ൻസ് ദി മോസ്റ്റ് നമ്പർ ഓഫ് ആറ്റംസ് എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ, 4ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. കംപ്ലീറ്റ് ദ ടേബിൾ അല്ലെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് മാച്ച് ദ ഫോളോയിങ്ങിനും ഇത് ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. അപ്പം എലമെന്റ് ഉണ്ട്, ബേസിസ് ഓഫ് നോമൻക്ലേച്ചർ ഉണ്ട്, സിമ്പൽ ഉണ്ട് അല്ലെ. അപ്പൊ എലമെന്റ് ഇൻഡിയം ഉണ്ട്, അതിന്റെ ബേസിസ് ഓഫ് നോമൻക്ലേച്ചർ എന്താ? ഇൻഡിഗോ. ഇൻഡിഗോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കളറാണ്, അതിന്റെ സിമ്പൽ IN ആണ്. അടുത്തത് ഇവിടെ ഒരു എലമെന്റ് ഉണ്ട്, ബേസിസ് ഓഫ് നോമൻക്ലേച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ റൂദർഫോർഡ് തന്നിട്ടുണ്ട്, അതൊരു സയന്റിസ്റ്റ് ആണ്, സിമ്പൽ RF ആണ് അല്ലെ. അപ്പൊ എലമെന്റ് ഏതായിരിക്കും? റൂദർഫോർഡ് കണ്ടുപിടിച്ചത് അല്ലെ. ഇൻഡിഗോ ആയിട്ട് ബന്ധപ്പെട്ട് ഇൻഡിയം എന്ന് വന്നു, അപ്പൊ റൂദർഫോർഡ് ആയിട്ട് ബന്ധപ്പെട്ട് എന്തോ ഒരു പേരായിരിക്കുമല്ലോ ഇവിടെ വരിക അല്ലെ. അതാണ് റൂദർഫോർഡിയം.
റൂദർ, റൂദർഫോർഡിയം. ഓക്കെ അല്ലേ? യെസ്, റൂദർഫോർഡിയം. അടുത്തതാണ് ജർമാനിയം. പേരും തന്നെ കിട്ടുന്നുണ്ട് അല്ലെ. ജർമാനിയം എവിടെ നിന്നായിരിക്കും കിട്ടിയിട്ടുള്ളത്? ജർമ്മനിയിൽ നിന്നായിരിക്കും കിട്ടിയിട്ടുള്ളത് അല്ലെ. ജർമ്മനി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഒരു കൺട്രി ആണ് അല്ലെ. ഒരു കൺട്രി ആണ്. പിന്നെ ഇവിടെ എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഈ സൈഡിലുള്ളതൊക്കെ ഞാൻ ഇപ്പുറത്തെ സൈഡിലേക്കാക്കി മാറ്റി എഴുതുന്നുണ്ട് കേട്ടോ. അപ്പൊ ജർമാനിയത്തിന്റെ സിമ്പലാണ് എന്ത്? GE. ജർമാനിയത്തിന്റെ സിമ്പലാണ് GE. അടുത്തതാണ് സിൽവർ അല്ലെ. സിൽവറിന്റെ ബേസിസ് ഓഫ് നോമൻക്ലേച്ചർ എന്താ? ആർജന്റം. ലാറ്റിൻ നെയിം ആണ് കേട്ടോ. ആർജന്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സിമ്പൽ എന്താ? സിമ്പൽ ഞാൻ ഇങ്ങോട്ടേക്ക് എഴുതുന്നുണ്ട്. ആർജന്റം അല്ലേ. അതുകൊണ്ട് AG എന്ന് കൊടുത്തു. എന്ത് കൊടുത്തു? AG. ക്ലിയർ ആണല്ലോ. ഈ ഒരു ടേബിള് GE എന്ന് പറയുന്നത് ഇവിടെയാണ് വരേണ്ടത്, AG എന്ന് പറയേണ്ടത് ഇവിടെയാണ് വരേണ്ടത് കേട്ടോ. പെൻ ടാബ്ലറ്റിൽ എഴുതാൻ ഇവിടെ പറ്റുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഇപ്പുറത്തെ സൈഡിലേക്ക് മാറ്റി എഴുതിയിട്ടുള്ളത് കേട്ടോ. മൗസിൽ എനിക്ക് ഇങ്ങനെ ചലിപ്പിക്കാനായിട്ട് പറ്റും, പക്ഷെ ഇവിടെ എഴുതാനായിട്ട് ബുദ്ധിമുട്ടാ, വൃത്തി ഉണ്ടാവില്ല. അതാ ഈ ഒരു രീതിയിലൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അതാ ഇങ്ങനെ കഷ്ടപ്പെട്ടൊക്കെ എഴുതേണ്ടി വരും. ഓക്കെ, അപ്പോൾ എന്നാലും വേണ്ടില്ല, നിങ്ങൾ പഠിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനിവിടെ എഴുതിത്തരാം. ഓക്കെ, യെസ്, ഇങ്ങനെ. ഓക്കെ അല്ലേ? യെസ്. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നോക്കാനായിട്ട് പോകുന്നത്. ദ നെയിംസ് ഓഫ് സം സയന്റിസ്റ്റ് ആർ ഗിവൺ. കുറച്ച് സയന്റിസ്റ്റിന്റെ പേരുകൾ ഇവിടെ തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഡോബ്രെയ്നർ, ലാവോയ്സിയർ, ന്യൂലാൻഡ്സ്, മെന്റലീവ് അല്ലെ. മെന്റലീവ്, ഈ 4 സയന്റിസ്റ്റിന്റെ പേര് തന്നിട്ടുണ്ട്. എന്താ ക്വസ്റ്റ്യൻ? മാച്ച് ദ സ്റ്റേറ്റ്മെന്റ്സ് ഗിവൺ ബിലോ വിത്ത് ദ നെയിംസ് ഗിവൺ ഇൻ ബ്രാക്കറ്റ്സ്. അതായത് 4 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ഈ 4 സ്റ്റേറ്റ്മെന്റ് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓരോ സ്റ്റേറ്റ്മെന്റും ഏത് സയന്റിസ്റ്റ് ആണ് പ്രപ്പോസ് ചെയ്തിട്ടുള്ളത് എന്നാണ് നമുക്ക് എഴുതേണ്ടത് അല്ലെ. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. ദ കെമിക്കൽ ആൻഡ് physical properties of the elements are functions of their atomic masses. എന്താണ്? The chemical and physical properties of elements are functions of their atomic masses. ഇത് ആരായിരുന്നു പറഞ്ഞിട്ടുള്ളത്? യെസ്, നമ്മളുടെ മെന്റലീവ് ആയിരുന്നു അല്ലെ. മെന്റലീവ് ആയിരുന്നു ഇത് പറഞ്ഞിട്ടുള്ളത്. അടുത്തതോ വായിക്കാം. Elements were divided into groups containing 3 elements. Triads എന്നാണ് പറയാ അല്ലെ. With similar properties. ഇങ്ങനെ ആരായിരുന്നു പറഞ്ഞിട്ടുള്ളത്? യെസ്, നമ്മളുടെ ഡോബ്രെയ്നർ ആയിരുന്നു അല്ലെ. ഡോബ്രെയ്നർ ആണ് പറഞ്ഞിട്ടുള്ളത്. അടുത്തത്, the elements were classified into metals and non-metals. എലമെന്റ്സിനെ മെറ്റൽ ആയിട്ടും നോൺ മെറ്റൽ ആയിട്ടും ക്ലാസിഫൈ ചെയ്തത് അല്ലെ ആരായിരുന്നു? നമ്മളുടെ ലാവോയ്സിയർ ആണ് അല്ലെ. ലാവോയ്സിയർ. ലാസ്റ്റ് വൺ, ക്വസ്റ്റ്യൻ വായിക്കൊന്നും വേണ്ട, നേരെ അങ്ങ് എഴുതി കൊടുക്കാം അല്ലെ. നോക്കാം. When the elements were arranged in ascending order of atomic masses, it was found that every 8th element was a repetition of the first in terms of its properties. ആരാ ഇത് പറഞ്ഞിട്ടുണ്ടാവുക? നമ്മളുടെ ന്യൂലാൻഡ്സ് ആണ്. ന്യൂലാൻഡ്സ്. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിലുള്ള ലെറ്റ്സ് വരുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിലൂടെ അറിയിക്കുക, ഞാൻ ഉറപ്പായിട്ടും ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അതേപോലെ തന്നെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.